ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് 5 ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. വീഡിയോ വിടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അത് കുറച്ച് സാഹചര്യം മൂലം നമുക്ക് വിടാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് 5ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ വിടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്, നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. പറ്റുകയാണെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അതിന് കൂടെ തന്നെ എനിക്ക് കുറച്ച് ലാവയും കൂടി ആവശ്യമുണ്ട്. ലാവയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നെതർ പോർട്ടൽ ആദ്യം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ട് ആദ്യം തന്നെ കുറച്ച് പശുവിനെ അവിടെ കൊന്നിട്ടു. പിന്നെ ഈ കൊന്ന പശുവിൻ്റെ മീറ്റൊക്കെ നമുക്ക് ഇനി ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് ഇടാം. ഇതെന്തതാവാത്തത്, അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാട്ടിട്ട് ഇനി നമുക്ക് വേറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ബണ്ടിലുണ്ട്, അത് എടുത്തുകൊണ്ട് പോവാം. എന്നിട്ട് നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. മൈനിങ്ങിന് പോയിട്ട് നമുക്കിത് കണ്ടുപിടിക്കണം. ഒരു കേവ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ ലാവ ഉണ്ടോ എന്ന് നോക്കണം. അതാണിപ്പോൾ നമ്മുടെ പരിപാടി. എന്തായാലും നമുക്ക് ഈ വഴി നേരെ പിടിച്ചിട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഞാൻ നിങ്ങളെ കാണിക്കണമായിരിക്കും. അപ്പോൾ ഇതേ നേരത്തെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മുടെ വീടിൻ്റെ നോർത്ത് ഭാഗമായിട്ടാണ്. ഇവിടെ വലിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് നോക്കൂ ഗൈസ്, വില്ലേജ്. ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചല്ല ഗൈസ്, കാര്യമായിട്ട് പ്രോമിസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചേ അല്ല. ഇതിൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്, ജസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ. ഞാൻ കരുതിയത് ഈ വേൾഡിലൊക്കെ വില്ലേജ് കണ്ടുപിടിക്കാനൊക്കെയുള്ള പാടുന്നാണ്. പക്ഷേ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ എനിക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു ഗ്രേറ്റ് ഫൈൻഡ് ആയിരുന്നു. എന്തായാലും വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമായി. ഇവിടുത്തെ ഹേബിൾസും ഉള്ള ലൂട്ടൊക്കെ അടിച്ച് മാത്രം അതാണ് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പരിപാടി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് തന്നെ അങ്ങോട്ട് തുടങ്ങണം. അതായത് പൊട്ടാറ്റോ എടുക്കുക, അവരുടെ ഭക്ഷണം ഇടുക. ചുരുക്കി പറഞ്ഞാൽ അവരിനെ അങ്ങോട്ട് പട്ടിണിക്കാക്കണം. അവർ കഴിക്കണം, നമ്മൾ കഴിക്കണം, അത്രേ ഉള്ളൂ. ആകെപ്പാടെ നമ്മളൊരു 2 വില്ലേജറിനെ ഇവിടുന്ന് കൊണ്ടുപോകും. ബാക്കി എല്ലാവർക്കും സോംബിക്ക് തിന്നാനായിട്ട് കൊടുക്കും. ഈ കോൾഡിന് നമുക്ക് എടുക്കാം. ഇവരിനെ ഊറ്റി ജീവിക്കാനാണ് നമ്മുടെ ജനിച്ചപ്പോൾ തൊട്ടുള്ള പോളിസി. നമുക്ക് ഇനി എന്തായാലും ഇവിടുത്തെ ചെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രെഡ് ഉണ്ട്, ഒരു ആർമറുണ്ട്. ആർമറിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ, എന്നിട്ട് വേറെ ഏതെങ്കിലും വീട് കിട്ടുമെന്ന് നോക്കാം. പാപ്പരാസിൻ്റെ വീട്ടിൽ വന്നത് തന്നെ അവസ്ഥ. ഇവിടെ വേറൊരു വീടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ നക്കാപ്പിച്ചാണ്. എനിക്കൊന്നും പറയാനില്ല. അവരുടെയൊക്കെ വിചാരം നമ്മളൊക്കെ ഏതോ തെരുവെന്ന് വന്നാണെന്നാണ്. കയ്യിലൊക്കെ ഫുള്ള് ഡയമണ്ടായിട്ടാണ്. എന്ത് കാട്ടാനേ. പക്ഷേ ഇവരൊക്കെ ദരിദ്രാശയാണെങ്കിൽ നൈറ്റ് ആവാറായി, കടന്നുറങ്ങണമെങ്കിൽ. നമുക്ക് ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം ഒന്ന് കടന്നുറങ്ങാം. നമുക്ക് നമ്മുടെ ബെഡൊന്നും എടുക്കണ്ട കേസ്. ഓക്കെ, നമുക്ക് വേറെ വില്ലേജർമാരുടെ ബെഡ് എടുത്താലൊക്കെ മതി. ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഫർണസും ഇതൊക്കെ അടിച്ച് മാറ്റാം. 2 ലാവയുണ്ട്. വാട്ട്, 2 ലാവ കിട്ടി. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കിനി മൈനിങ്ങിന് പോകുമ്പോൾ 2 ഉണ്ടാക്കിയാൽ ഇതുണ്ടാക്കിയാൽ മതി. മൈനിങ്ങിന് പോകുമ്പോൾ ഇനി ഒരെണ്ണം കൂടി, അല്ല 6, 8 ഒബ്സീഡിയന് നമുക്ക് മൈൻ ചെയ്താൽ മതി. കാരണം 2 ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ ഫസ്റ്റിന് ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ ബക്കറ്റൊന്നുമില്ല. ഈ 2 ലാവി നമുക്ക് എടുക്കണം. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ ലൂട്ടുണ്ടാവും ഗീസ്. ആകാംക്ഷയുണ്ട്. ഡയമണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ദൈവമേ, ബ്രെഡുണ്ട്, 4 ഒബ്സീഡിയനുണ്ട്. ഒബ്സീഡിയൻ വീണ്ടും കിട്ടി. അതാകുമ്പോൾ ഇനി നമുക്ക് 6 ഇത് മാത്രം മതി. ഒബ്സീഡിയൻ ഇനി മൈനിങ് പോകുമ്പോൾ എടുത്താൽ മതി. നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കാം, നെതർ പോർട്ടൽ. അടിപൊളി. ഇനി ഇതൊക്കെ എടുക്കാം. അയൺ പിക്കാക്സ് 2 അതും എടുക്കാം. ബ്രെഡ് ഉണ്ട്, പിന്നെ അയൺ പിക്കാക്സ്, ഒരു ഗോൾഡും ഉണ്ട്. വാട്ട്. ഇനി കുറച്ച് ഇതൊക്കെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഈ ബണ്ടിലുള്ളിലേക്ക്. ആ സ്ഥലം ഭയങ്കര ഇതാണ് ഗീസ്. വളരെ വളരെ മോശമായിട്ടാണ് സ്ഥലം ഇപ്പോൾ നമ്മുടെ കയ്യിലൂടെ പോണത് ഗൈസ്. ഗെയിം എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടാണ്. ഞാൻ എപ്പോൾ കയറിയാലും, അതായത് ജസ്റ്റ് ഫുള്ള് സ്ഥലവും കാര്യം ഉണ്ടാവും. വില്ലേജ് കണ്ടുപിടിക്കില്ല, അതിന് മുമ്പ് തന്നെ സ്ഥലം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഈ ഗെയിം മൈൻക്രാഫ്റ്റ് മോജാങ് എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിരുന്നു. ഞാൻ കയറിയാൽ മാത്രം ഈ ഇൻവെൻട്രി സ്പേസ് ഫുൾ നിറയണമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ 2 ബണ്ടിൽ ഞാൻ എടുത്ത് വെച്ചത്. അതെന്തായാലും കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം കളിക്കണം. എനിക്ക് ബുദ്ധി ഇല്ലെങ്കിലും ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കും ബുദ്ധിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിന് വീണ്ടും ബണ്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ആ ബണ്ടിലൂടെ കൊണ്ടുപോയാൽ ദൈവം നമുക്ക് കരുതി കൂട്ടി തന്നാണ് കേസ്. എന്തായാലും പാവല്ലേ, ഒരു ബണ്ടിലൂടെയും കൊടുക്കുക. അല്ലെങ്കിലോ 3 ബണ്ടിൽ കിട്ടിയാലും കുഴപ്പമില്ല, സ്ഥലം തികയില്ല. പിന്നെ എന്തിനാ വെറുതെ ഉണ്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, പറഞ്ഞ നേരത്തെ 2 ബണ്ടിൽ പോയി. പാവപ്പെട്ടവരൻ, അതായത് ദരിദ്രവാസീൻ്റെ ഷൾക്കർ ബോസാണ് ഈ ബണ്ടിൽ. മോജാങ് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ബണ്ടിൽ നല്ല ഇഷ്ടപ്പെട്ടു. കാര്യത്തിൽ പറയാണ്, ഷൾക്കർ ബോക്സ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്, എൻഡിനൊക്കെ പോകണം. പക്ഷേ ഇതങ്ങനെയല്ല. ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ട്രിങ്ങും ഒരു ലെതറും കൂടി ഉണ്ടാക്കാം. അടുത്ത വില്ലേജ് അടുത്ത് നക്കാപ്പിച്ച ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ, ഉറപ്പാണ്. ഈ വില്ലേജ് കൊണ്ട് ആകെപ്പാടുള്ള ഒരു യൂസ് പറഞ്ഞാൽ ഈ നിൽക്കണ മണ്ടൻ വില്ലേജർമാരാണ്. ഇവരിനെ മണ്ടന്മാരെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, മണ്ടന്മാരെന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മണ്ടന്മാരെന്ന് വിളിക്കാൻ പറ്റൂ. ഇതിപ്പോൾ അതുമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. പക്ഷെ ഇവരൊക്കെ എങ്ങനെ ഈ വീടൊക്കെ കെട്ടിയെന്നാവോ, എത്രയും മണ്ടന്മാരായിട്ട്. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയായിട്ട് പോവും. ഫ്രീ ആയിട്ട് കുറച്ച് അങ്ങനെ കാണാണ്ട്. ഹാർഡ് കോർ നിങ്ങൾക്ക് ചാവണ്ട അല്ല കണ്ട് 50% ചാൻസ് ആയിരുന്നു ചാവണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ചാൻസ് ഡ്രോപ്പ് ചെയ്തിട്ട് 80-20% ഉണ്ട്. അതായത് 80% ചാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാവുന്ന ആഗ്രഹമുള്ളവർ ചിലപ്പോൾ ഞാൻ ചാവും. ഓടിക്കോ, എന്തത് ഓടാനേ പറ്റില്ല പണ്ടാരം. ഹേബേലെങ്കിൽ ഹേബേൽ 4 ഒരു സേഫ്റ്റിക്ക് 4 വയ്ക്കാം, ഒരു ഷീൽഡും പിടിക്കാം. നമ്മൾ സേഫ്റ്റി ഫസ്റ്റ്. 4 വെച്ച് ഭാഗ്യമായിട്ടോ. 4 വെച്ചത് എന്തായാലും ഭാഗ്യമായി. കാരണം ഇത് എന്താ പറയുക, ഇപ്പോൾ 3 വെച്ച് ആ ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മൾ അടിക്കുകയായിരുന്നു. 4 വെച്ച് ഭാഗ്യം. എത്ര അയം കിട്ടി? 4 അയണോ? വല്ലാത്തൊരു തന്നെ കേട്ടോ അവസ്ഥ തന്നെ. അല്ല 4 കിട്ടാറുള്ളൂ. അത് ശരിയാണല്ലോ. അല്ല ചിലപ്പോൾ 5 കിട്ടാറുണ്ട് അല്ലേ. ഈ വില്ലേജർ മണ്ടന്മാരുടെ കയ്യിൽ എന്താണല്ലോ നോക്കാം. എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, നമുക്ക് കുറച്ച് ജലദോഷമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വീടിടാൻ വഴുകി എനിക്ക് കുറച്ച് കോൾഡും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും ഒരു യൂട്യൂബറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് വീഡിയോ ഇടാമെന്ന് കരുതി. പക്ഷെ വീണ്ടും ഇടണ്ടെന്ന് കരുതി. പിന്നെ കുറേ പേര് കമൻറ്റിൽ 3 തെറി വിളിച്ചപ്പോൾ അതേ പാടെ ഞാൻ വീഡിയോ ഇട്ടതാണ്. എന്തായാലും ഇനി 2 വില്ലേജർമാരുടെ ഇവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. വീട് ഭയങ്കര അടുത്താണ്. ഇത്രയും ലക്ക് ഉണ്ടല്ലോ, വേറെ ഒരാൾക്ക് കിട്ടില്ല. ഇതിവിടെ ആ ചെറിയൊരു കുന്നുകാരി കാണുന്നുണ്ടോ? ഈ പുഴ കഴിഞ്ഞാൽ എൻ്റെ വീട്. നോക്കിക്കോ, ഈ ചെറിയൊരു കുന്നുകാരി കാണുന്നുണ്ടാവും. ഇത് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീടാണ്. അത്ര അടുത്താണ്. പിന്നെ നമുക്ക് ഒരു വില്ലേജറും കൂടി ഉണ്ട്. അതിൻ്റെ വില്ലേജിലാണ് കണ്ടോ. ഞാൻ കാണിച്ചു തരാം ഒരു കമ്പാരിസൺ. ഇതാണ് എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇത് വില്ലേജ്. നിങ്ങൾ വില്ലേജ് കണ്ടില്ലേ, അവിടെയാണ് വില്ലേജ്. ഇനി ജസ്റ്റ് കണ്ടില്ലേ, ഈ ഒരു ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ബേസ്. അവിടെയാണ് കുറച്ചുകൂടി നടത്തിക്കുന്ന കാണും. ആ ഒരു ഐലൻഡിലാണ് എൻ്റെ ബേസ്. ഇപ്പോൾ കാണും. എവിടെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. അതാ അവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, അവിടെ ചെറിയൊരു വീടുമാരുണ്ട്. അത് എൻ്റെ ബേസാണ്. വില്ലേജ് അവിടെ, എൻ്റെ ബേസ് ഇവിടെ. അത്ര അടുത്താണ് എൻ്റെ വില്ലേജും ബേസും. ആണെങ്കിൽ തുടങ്ങി വരാം. ഒരു വില്ലേജർ അവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു വില്ലേജർ നമ്മുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ടുപോയിട്ട് ആ വില്ലേജറിനെയും കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആവണം. ഇനി ഒരു വില്ലേജർ കൂടി ഉണ്ട്. അത് ഇനി കൊണ്ടിരും. കുഴപ്പമില്ല. രാത്രി ആവണമാണ് വിഷയം. ആ മറ്റേ കുന്തം പിടിച്ചിട്ടുള്ള അപ്പൂപ്പൻ വരും. കുന്തം പിടിച്ചിട്ടുള്ള അപ്പൂപ്പൻ പറഞ്ഞാൽ നമ്മുടെ ട്രൈഡൻറ്റ് അത് വരും. അതൊരു കുരിപ്പന്നെയാണ് കേട്ടോ, ശേഖണയാണ്. അതായത് വെറുതെ വന്നിട്ട് നമ്മളെ തല്ലും. നമ്മൾ വള്ളത്തേക്ക് ഇറങ്ങിയാലും തല്ലും. വള്ളത്തേക്ക് ഇറങ്ങിയിട്ട് കരയ്ക്ക് കയറിയാലും ചില സമയത്ത് തല്ലും കേട്ടോ. ഒരു ലേശமான ഉളുപ്പില്ല പറഞ്ഞാൽ അങ്ങനത്തെ ജന്തുക്കളാണ്. തീരതില്ല. നമ്മുടെ വില്ലേജ് അവിടെ ഉണ്ട്. അവിടെ ഒരുത്തങ്ങനെ ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം എല്ലാവരും ചത്തു. ഇവനെ കൊണ്ടുവരണമെങ്കിലുള്ളൊരു പാടേ.
ഇവനെ കുറച്ച് ലോ ആൾട്ടിറ്റ്യൂഡിലാണ് ഞാൻ നിർത്തിയത്. ആകുമ്പോൾ തന്നെ പാത്വേ ഉണ്ടാക്കിയിട്ടൊക്കെ ഇവരിനെ രണ്ടുപേരിനെയും കൊണ്ടുവന്ന്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ പോവാം. 2 വില്ലേജർ കിട്ടി, വില്ലേജ് ഫുള്ള് ലൂട്ടടിച്ചു. ഇനി നമുക്ക് ശരിക്കുത്ത് നമ്മുടെ മൈനിങ്ങിനായിട്ട് പോവാം. എങ്ങനെ? അതിന് മുമ്പ് നമുക്ക് കിട്ടിയ ലാഭം ഉണ്ടല്ലോ, ഈ പന്നി ഒന്ന് മാറിക്കടന്ന് നമ്മുടെ ലാഭം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വയ്ക്കാം. 2 എണ്ണമല്ല, നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം അവിടെ നിന്ന് കിട്ടിയതും അത് 3 എണ്ണം നമുക്ക് ഇവിടെ ഒഴിച്ചിടാം. പിന്നെ ഒന്ന് ക്ഷമിക്കണം, എനിക്കിപ്പോൾ ജലദോഷമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കുറച്ച് ശബ്ദത്തിൻ്റെ വ്യത്യാസം, ശബ്ദം കുറഞ്ഞതായിട്ടൊക്കെ തോന്നുന്നത്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഫുള്ള് നമുക്ക് ശരിയാക്കാം. ഈ എപ്പിസോഡ് തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലാവ് തേടിയുള്ള മൈനിന് പോകണം. നമ്മുടെ കയ്യിൽ ഒരു ലാവയും കൂടി ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. ഇതും കൂടി നമുക്ക് ഇവിടെ ഒഴിച്ചിട്ടില്ല, ഒന്നും ഇവിടെ ഒഴിക്കാം. ഇനി നമുക്ക് നേരെ മൈനിന് പോവാം. നമുക്ക് ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ബക്കറ്റ് ലാവയും കൂടിയാണ്. ആകുമ്പോൾ കറക്റ്റ് ലാവയാവും. നമുക്ക് വേണമെങ്കിൽ നെതറിക്ക് പോകാനുള്ള കറക്റ്റ് ലാവയാവും. എന്തായാലും ഈ കേവ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ തോന്നുന്നു ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഒരു കേവാണിത്. ഈ കേവ് ഞാൻ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു ഭാഗം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ആ ഭാഗം അത്ര വലിയ കാര്യമാക്കിയില്ല, കാരണം ആ ഭാഗം വേറൊരു കേവിക്കാണ്. പിന്നെ ഞാൻ ആ ഭാഗമായിട്ട് നമ്മുടെ കേവിക്ക് തന്നെ പോയത്. ആ ഭാഗം കേസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ മുമ്പായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ലാഭമാണെന്ന് ആലോചിക്കുമ്പോഴായിരുന്നു എനിക്ക് ആ ഓർമ്മ വന്നു, ഞാൻ ആ കേവിക്ക് കൊണ്ട് നമുക്ക് പോകണം. ഈ ലാവ ഉണ്ടല്ലോ ഭയങ്കര ഉയരത്തുനിന്നാണ് വരുന്നത്. ഇത്രയും പില്ലർ ചെയ്ത് കോബിൾ സ്റ്റോണിൻ്റെ പില്ലറൊക്കെ ചെയ്ത് വന്നത് ശുദ്ധമായി വെറുതെ എന്ന് തന്നെ നമുക്ക് പറയാം. വെറുതെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്തായാലും നമ്മുടെ കേവ് ഈ ലെവലിൽ ഡയമണ്ട് കിട്ടുമോ? ഞാൻ എന്താ ഒരു കേവ് ഉണ്ട് പറഞ്ഞില്ല, ആ കേവ് ഇറങ്ങിയിട്ട് ലാവ തേടാൻ പോയത് ഫസ്റ്റായിട്ട് തന്നെ ഡയമണ്ട്. എന്തായാലും ലാഭമായി. ആ ഡയമണ്ട് നമുക്കവിടെ എടുത്ത നമ്മുടെ സീരീസത്തെ രണ്ടാമത്തെ എപ്പിസോഡത്തെ ഫസ്റ്റത്തെ ഡയമണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. സീരീസത്തെ ഫസ്റ്റത്തെ ഡയമണ്ട് ഒന്നുമല്ല. ഇനി ഇതേ നമുക്ക് നേരെ വെച്ച് പിടിപ്പിച്ചിട്ട് അയ്യോ അംബാനി വന്നു ഗീസ്, അംബാനി വന്നു. അംബാനിയുടെ കയ്യിൽ ബോ ഉണ്ട്. ഇതെന്താ ബോന് ഇക്ലിയാണ് ഗീസ്, ബോന് തീരെ പവറില്ല. നമ്മളാണെങ്കിൽ വലിയ ഡയമണ്ടിൻ്റെ ചെസ്റ്റ് പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ബോ തീരെ കൊള്ളില്ല. കിക്കിലെടുക്കുകയാണ് ഈ ഓരോ അടിക്ക് തരുമ്പോൾ കിക്കിലെടുക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. കിട്ടണമെന്നൊക്കെ എടുക്കും ഗീസ്. അതാണ് നമ്മൾ ഇവിടെ ഈ ലാവൊന്നും കാണാനില്ലല്ലോ, എന്ത് കഷ്ടത്. ലാവ് തടി വന്നു 6 ബക്കറ്റ് മാത്രം മതി, 6 അത്ര ബക്കറ്റ് മാത്രം മതി. എന്നാൽ നമ്മൾ പോയിരുന്നു. ഒരു ലാവ ഈ കാണുകൂടിയില്ല. എന്തായാലും നമുക്ക് അയ്യോ സ്ലൈം ആവൂടോ. സ്ലൈം വെച്ചിട്ട് നമുക്ക് ഇനി സ്റ്റിക്കി പിസ്ത ഉണ്ടാക്കാം, അതുണ്ടാക്കാം. ഇവർ വെറുതെ നമ്മളെ മുമ്പിലൊന്നും ചാടും, പക്ഷെ അവർക്കറിയില്ലല്ലോ അവർ കാണിക്കണത് ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന്. ഞാൻ കാണിക്കണത് അതുക്കും വലിയ മണ്ടത്തരാണെന്ന് അവർക്കറിയാത്തതുകൊണ്ടാണ്. അതൊക്കെയാണ് ഇപ്പോൾ കാര്യമാക്കേണ്ടത്. ഞാൻ ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് മൈൻ ചെയ്തെടുത്താൽ. ഇനി നമുക്ക് ഇവിടെ ഒരു ലാവ കിട്ടി. നമുക്ക് കുറേ കാലമായി 2000 years ലേറ്റർ നമുക്ക് ആദ്യമായിട്ടല്ല, നമ്മൾ കുറേ ലാവയൊക്കെ കണ്ടു, പക്ഷെ അതൊക്കെ പുല്ല് പറഞ്ഞിട്ട് വെറുതെ നമ്മൾ മാറ്റിക്കളഞ്ഞതാണ്. അപ്പോഴേ കുറച്ച് ലാവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടോ നോക്കാൻ, ചിലപ്പോൾ ഡയമണ്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ലാവ് എടുത്തിട്ട് പോവാം. ഇതിൻ്റെ സീരീസിലത്തെ രണ്ടാമത്തെ അയൺ ക്ലസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലേക്ക് ഒരു അയൺ ക്ലസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലസ്റ്റർ കഴിഞ്ഞിട്ട് ഇത് പുതിയ ക്ലസ്റ്റർ. ഈ സീഡിൽ ഫുൾ ക്ലസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സീഡ് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇവിടെ കുറച്ച് ഡയമണ്ട് നമുക്ക് വീണ്ടും കിട്ടി, അത് നമുക്ക് ആയൊന്നും എടുത്തിട്ട് പോവാം. ഇവിടെ ഇപ്പോൾ വീണ്ടിരുന്നു ഞാൻ ഒരു ഇഞ്ച് അങ്ങോട്ട് വീണ്, നമ്മുടെ മൂക്കും കുത്തി പല്ലും പോയി അങ്ങോട്ട് വീണ്. ഇവിടെ ഇനിയും ഡയമണ്ട് ഉണ്ട് ഗൈസ്, അത് ലാഭമായി. ഇതൊക്കെ നമുക്ക് എടുത്താണ്ട് പോവാം. കഴിഞ്ഞാൽ ഇവിടെ ഡയമണ്ട് നമുക്ക് ബാക്കി വയ്ക്കില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്, ചിലപ്പോൾ ഉണ്ടാവും, ഒളിച്ചൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 8 ഡയമണ്ട് കിട്ടി.
ഇപ്പോൾ ഈ മൈൻ ട്രിപ്പിൾ പിന്നെ ഞാൻ കാണിച്ചേക്കാളും കൂടുതൽ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ എന്തിനാ കാണിക്കണേ കരുതിയിട്ടാണ്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുക, അതുകൊണ്ട് വെറുതെ എന്തിനാ കാണിക്കണേ കരുതിയിട്ടാണ് ഞാൻ അത് കാണിക്കാത്തിരുന്നത്. ഇനി ഇവിടുത്തെ ലാവുണ്ടല്ലോ, അത് നമുക്ക് ഫുള്ള് എടുത്തിട്ട് മാറ്റാം. നമുക്ക് നേരെ നമ്മൾ ടഫ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഈ സ്പില്ലർ ചെയ്ത്. ഈ 2000 IQ പ്ലേ. എനിക്ക് അത്ര IQ ഇല്ലെങ്കിലും നമ്മൾ ഭയങ്കര പ്ലേ ആണ് ഗൈസ്. ടഫ് ബ്ലോക്ക് പെട്ടെന്ന് പൊട്ടും, അതുകൊണ്ട് പിക്കാക്സ് വെച്ച് ഭയങ്കര സ്പീഡാക്കി പൊട്ടണത്. അതുകൊണ്ട് അത് വെച്ചിട്ട് പുതിയ ടിപ്പാണ്. ടഫ് ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് പില്ലർ ചെയ്താൽ മതി. അതുകൊണ്ട് അതും കിട്ടും. ഇപ്പോൾ 1 2 3 4 1 2 3 എണ്ണാനും അറിയില്ല. എനിക്ക് ബുദ്ധി കുറഞ്ഞു വരണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിലേ കുറവാണ്. ഇനിയും കുറഞ്ഞാൽ പറയില്ല. എനിക്കിപ്പോൾ നല്ലൊരു വാക്ക് വരുന്നുണ്ട്, അത് പറയില്ല. നമുക്ക് ഇനി ഇവിടെ ഒരു അടുത്തായിട്ടുണ്ട്. ഇതുകൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ ഗോൾ സക്സസ്ഫുൾ ആവും എന്നാണ് തോന്നണത്. തൽക്കാലം 4 പോരെ, വീട്ടിൽ 6 ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് വില്ലേജ് കണ്ടുപിടിച്ചത് വേറെ എപ്പിസോഡ് അല്ല, ഒരു ദിവസം, അതായത് ഒരു ദിവസമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കണത്, അതായത് ഈ കേവിക്ക് പോയത് വേറൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഓർമ്മയില്ലാത്തത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലാവേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും